പ്രകൃതിയെയും സഹജീവികളെയും ചൂഷണം ചെയ്തും അവയുടെ അതിജീവനത്തെ അവഗണിച്ചും മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾക്ക് അറുതിയില്ല. ചൂഷണം മാത്രമല്ല, സഹജീവികളുടെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ അസഹിഷ്ണുതയിലേക്ക് ആഴ്ന്നു പോയി എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഭൂമിയുടെ അവകാശികളാണെന്ന തിരിച്ചറിവ് മനുഷ്യന് നഷ്ടപ്പെടുക കൂടി ചെയ്തതോടെ ഈ വിഷയത്തിൽ ഫ്രഞ്ച് സർക്കാരിന് നിയമനിർമ്മാണം വരെ നടത്തേണ്ടി വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയലത്തെ പശു അമറുന്നതിനും കോഴി കൂവുന്നതിനുമൊക്കെ പരാതിയുമായി അധികൃതർക്ക് മുന്നിൽ എത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ ഇതൊന്നും പരാതി പറയാനുള്ള കുറ്റമല്ല എന്ന് വ്യക്തമാക്കുന്ന നിയമം നിർമ്മിക്കേണ്ട ഗതികേടിലേക്കാണ് ഫ്രഞ്ച് സർക്കാർ എത്തിയിരിക്കുന്നത്. പുതിയ ഫ്രഞ്ച് നിയമപ്രകാരം പശുക്കൾ മുരളുന്നതും കോഴികൾ കൂവുന്നതും പരാതി പറയാനുള്ള കാരണങ്ങൾ അല്ല. ഫാമുകൾ, ബാർ, റെസ്റ്റോറന്റ്, മറ്റ് ഷോപ്പുകൾ എന്നിവയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് ഈ ജീവികളുടെ ശബ്ദത്തെക്കുറിച്ച് പരാതിപ്പെടാൻ കഴിയില്ല എന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. ഫ്രാൻസിലെ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ട്രാക്ടറുകളുടെ ശബ്ദം, കോഴികളുടെ കൂവൽ, പശുക്കളുടെ അമറൽ, കൃഷിക്കായുള്ള വളത്തിന്റെ മണം എന്നിവയോട് അസഹിഷ്ണുത ഉള്ളവർക്ക് പരാതിയുമായി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് നിയമം വ്യക്തമാക്കുന്നു. ഓരോ വർഷവും ഫ്രാൻസിലെ കോടതികളിൽ ഇത്തരം നൂറുകണക്കിന് പരാതികളാണ് എത്തുന്നത് എന്നും തുടർന്നാണ് ഫ്രഞ്ച് സർക്കാർ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ പാസാക്കിയത് എന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. പരാതികളിൽ അധികവും ഗ്രാമീണ ജീവിതത്തിലേക്ക് മാറിയ നഗരവാസികളിൽ നിന്ന് ആയിരുന്നു വന്നത്. ഫ്രഞ്ച് നീതിന്യായ മന്ത്രി എറിക് ഡിപ്പോൺ മൊറൈറ്റിയാണ് പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നാട്ടിൻപുറങ്ങൾ ഇഷ്ടമില്ലാത്തവർ നഗരങ്ങളിൽ തന്നെ താമസിക്കണമെന്നും അല്ലാതെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അവിടുത്തെ ജീവിത രീതികളുമായി ഇണങ്ങിപ്പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഫ്രഞ്ച് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. 2019 കോഴി കൂവുന്നതിനെതിരെ ഫ്രഞ്ച് കോടതിയിലെത്തിയ ഒരു പരാതി ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിരുന്നു. അന്ന് മൗറീസ് എന്ന് പേരുള്ള കോഴി കൂവിയെന്ന പരാതിയുമായി അയൽവാസിയാണ് കോടതിയെ സമീപിച്ചത്. ഗ്രാമങ്ങളിൽ കോഴികൾക്ക് കൂവാമെന്നും കോഴികൾ കൂവുന്നതിനെതിരെ കോടതി എന്ത് ചെയ്യുമെന്നുമുള്ള മറുചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനു പിന്നാലെ കഴിഞ്ഞ വർഷം മറ്റൊരു പരാതിയും കോടതിയിലെത്തി. 92 വയസ്സുള്ള കോളേജ് ഫെറിയുടെ വീട്ടിലെ തവളകൾ വലിയ ശബ്ദശല്യം ഉണ്ടാക്കുന്നുവെന്നതായിരുന്നു പരാതി. ഈ കേസിൽ തവളകളെ പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റാനായിരുന്നു കോടതി ഉത്തരവിറക്കിയത്. ഇത്തരം കേസുകൾ വർദ്ധിച്ചതോടെ 3 വർഷം മുമ്പ് സെൻസറി ഹെറിറ്റേജ് നിയമം ഫ്രാൻസ് പാസാക്കിയെങ്കിലും കേസുകളുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടായില്ല. തുടർന്നാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് ഫ്രഞ്ച് പാർലമെന്റ് കടന്നത്.